അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാജ്യത്തെ സ്ത്രീകൾക്കായി APL BPL വ്യത്യാസമില്ലാതെ തന്നെ കേന്ദ്ര സർക്കാർ നൽകുന്ന സഹായ പദ്ധതിയുടെ വിശദ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വാർഷിക വരുമാനം 8 ലക്ഷം കവിയാതെ സ്ത്രീകൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക. എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത്. 5000 രൂപയും 6000 രൂപയും പരമാവധി 11000 രൂപ വരെ ഗുണഭോക്താക്കളായ സ്ത്രീകളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ നേരിട്ട് നൽകുന്ന പദ്ധതിയാണിത്. ഈ ഒരു തുക തിരിച്ചു നൽകേണ്ട ആവശ്യമില്ല. ഈ സ്കീമിന്റെ കൂടുതൽ വിശദ വിവരങ്ങളിലേക്ക് പോകാം. വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയായ കിസാൻ പ്രധാനമന്ത്രി മാതൃവന്ദന യോജന അഥവാ PMAY പദ്ധതി പ്രകാരമാണ് ഈ സൗജന്യ സഹായം ലഭിക്കുന്നത്. കേന്ദ്ര സർക്കാരിലോ സംസ്ഥാന സർക്കാരിലോ പൊതുമേഖലാ സ്ഥാപനത്തിലോ സ്ഥിര ജോലിയില്ലാത്ത 19 വയസ്സു മുതലുള്ള സ്ത്രീകൾക്കാണ് ഈ സ്കീമിൽ അപേക്ഷിക്കുവാൻ സാധിക്കുക. പ്രധാനമന്ത്രി മാതൃവന്ദന യോജന വഴി മുൻപ് സ്ത്രീകൾക്ക് 5000 രൂപ വരെ നൽകി വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ 6000 രൂപ കൂടി ചേർത്ത് മൊത്തം 11000 രൂപ വരെ കിട്ടാവുന്ന രീതി പരിഷ്കരിച്ചിട്ടുണ്ട്. 2023 ഏപ്രിലിൽ മുതലാണ് 5000 രൂപയ്ക്ക് പുറമെ 6000 രൂപ കൂടി പദ്ധതിയിലൂടെ വിതരണം ചെയ്യുവാൻ ആരംഭിച്ചത്. APL BPL വ്യത്യാസമില്ലാതെ പദ്ധതിയിൽ അപേക്ഷ വയ്ക്കുന്ന സ്ത്രീ ഗുണഭോക്താക്കളുടെ ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരുന്നതായിരിക്കും. ഈ പദ്ധതിയിലേക്കുള്ള അപേക്ഷ നിങ്ങളുടെ അടുത്തുള്ള അംഗനവാടി വഴിയോ അല്ലെങ്കിൽ ആധാർ കാർഡ്, ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടിന്റെ പാസ്ബുക്ക് അപേക്ഷ നിങ്ങളുടെ അടുത്തുള്ള അംഗനവാടി വഴിയാണ് നൽകേണ്ടത്. ആധാർ കാർഡ്, ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടിന്റെ പാസ്ബുക്ക്, റേഷൻ കാർഡ് എന്നിവ അംഗനവാടിയിൽ കാണിക്കേണ്ടതുണ്ട്. ഗർഭിണികളുടെ മുലയൂട്ടുന്ന അമ്മമാരുടെയും ആരോഗ്യം വർദ്ധിപ്പിക്കുക, ആ ഒരു സമയത്തുള്ള സ്ത്രീകളുടെ തൊഴിൽ നഷ്ടത്തിന് ആശ്വാസമാവുക എന്നീ ലക്ഷ്യങ്ങൾക്കായി ഇന്ത്യ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മാതൃവന്ദന യോജന. സ്ത്രീകളുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് ധനസഹായം നൽകുന്നതിനോടൊപ്പം തന്നെ ഗർഭിണികളുടെയും അമ്മമാരുടെയും പോഷകാഹാരക്കുറവിന്റെ പരിഹാരത്തിനും ചികിത്സാ ചെലവ് സംബന്ധിച്ച സാമ്പത്തിക ബുദ്ധിമുട്ട് ലഘൂകരിക്കുവാനും ഈ പദ്ധതിയിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നു. ആദ്യത്തെ പ്രസവത്തിന് 3 തവണയായി ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി 5000 രൂപ ഗുണഭോക്താവിൻ്റെ അക്കൗണ്ടുകളിലേക്ക് എത്തുന്നു. ഇതിൻ്റെ 3000 രൂപ പ്രസവത്തിന് മുൻപും 2000 പ്രസവത്തിന് ശേഷവും ലഭിക്കും. ഗർഭിണിയായി അംഗനവാടിയിൽ PMAY പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ ആദ്യ ഗഡുവായി 1000 രൂപ ലഭിക്കും. രണ്ടാമത്തെ ഗഡുവായി 2000 രൂപ ഗർഭത്തിന്റെ 6ാം മാസത്തിൽ ചുരുങ്ങിയത് ഒരു പ്രാവശ്യത്തെ എങ്കിലും ഗർഭകാല പരിശോധനയ്ക്ക് ശേഷമാണ് നൽകുന്നത്. പ്രസവശേഷം അതായത് കുട്ടിയുടെ ജനനം രജിസ്റ്റർ ചെയ്തതിനു ശേഷം 14 ആഴ്ച വരെ കുട്ടിക്ക് നൽകേണ്ട വാക്സിനുകൾ എല്ലാം നൽകിക്കഴിഞ്ഞാൽ 2000 രൂപ കൂടി ലഭിക്കും. ആദ്യ പ്രസവത്തിൽ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഈ 5000 രൂപ ലഭിക്കും. പെൺകുട്ടികളുടെ ജനന നിരക്ക് കുറയുന്നത് കണക്കിലെടുത്താണ് ഈ ഒരു പദ്ധതിയിലൂടെ രണ്ടാം ഘട്ടമായി ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിൽ പെൺകുഞ്ഞ് ആണ് ജനിക്കുന്നത് എങ്കിൽ 6000 രൂപ ലഭിക്കുന്നതാണ്. രണ്ടാമത്തെ പ്രസവത്തിൽ ആൺകുട്ടിയാണെങ്കിൽ ആനുകൂല്യം ലഭിക്കുന്നതല്ല. ആദ്യ പ്രസവത്തിലെങ്കിലും പെൺകുട്ടി, രണ്ടാമത്തെ പ്രസവത്തിലും പെൺകുട്ടിയാണെങ്കിലും 6000 രൂപയുടെ രണ്ടാം ഘട്ട ആനുകൂല്യം ലഭിക്കും. കേന്ദ്ര സംസ്ഥാന ജീവനക്കാർ, പൊതുമേഖലാ ജീവനക്കാർ, സമാന മറ്റ് ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർ എന്നിവർ ഒഴികെയുള്ളവർക്ക് ഈ പദ്ധതിയിൽ അപേക്ഷിക്കുവാൻ സാധിക്കും.